ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനൊരു രണ്ട് വാക്യങ്ങൾ വായിച്ചോട്ടെ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 6 and 7. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ സാക്ഷ്യ മീറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 2024-ൻ്റെ 347 ദിവസങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയി. ഇനി 19 ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ പുതുവത്സരം പുതുമയുടെ പുഷ്പഹാരവുമായി ആഗതമാകും. 2024-ൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലരും നമ്മെ വിട്ടുപോയി എന്ന് വന്നേക്കാം. നമ്മൾ സ്നേഹിച്ചവർ പലരും നമ്മെ വെറുത്തു എന്ന് വന്നേക്കാം. എന്നാൽ മാറ്റമില്ലാത്ത വ്യവസ്ഥ ഒന്നുമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന അഭയസ്ഥാനമായ ഒരു സഹായം വരുന്ന പർവ്വതം നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് നമുക്കെപ്പോഴും അങ്ങനെ നമ്മോട് കൂടെ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇന്ന് 2024-ൽ നമുക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുവാനുള്ള ഒരു ദിവസമാണിത്. ഒരു ഗാനം ശ്രവിക്കാം. അനിമ ജസ്റ്റിൻ ഫ്രം അയർലൻഡ് നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അനിമ. താങ്ക് യു ആൻറ്റി. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവമക്കളുടെ മുമ്പാകെ എളിയ ശുശ്രൂഷയുമായിട്ട് നിൽപ്പാൻ വിലനായ ദൈവം ഏഴ് അടിയനെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024-ലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് ഏവർക്കും നന്ദി മാത്രമേ പറയാനായിട്ട് കാണുകയുള്ളൂ. ആയതിനാൽ നന്ദിയുടെ 2 പാട്ടുകളാണ് ഞാൻ ഇന്ന് ദൈവനാമത്തിനായിട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പാട്ട് നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തോടും ഹൃദയത്തോടും ഏറെ അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്ന, പേഴ്സണലി എനിക്കും തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം.
തന്നു. ആരാധന 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 ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന 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 ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. Great singing. Thank you, Anima. Thank you so much. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേൽ, ഇൻഡീഡ് നമുക്ക് ഉള്ള ഇമ്മാനുവേൽ അതാകയാൽ സ്തോത്രം ചെയ്യാം. നമുക്കിനി സാക്ഷ്യത്തിനുള്ള സമയമാണ്. പേര് സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർ ഓരോരുത്തരായിട്ട് തുടങ്ങണം. പിന്നെ ചിലരൊക്കെ ഇന്ന് മാത്രമേ ജോയിൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ, ഇന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാം. ആദ്യമായിട്ട് 5 minutes വീഡിയോ ഓൺ ചെയ്ത് പേര് പറഞ്ഞ ശേഷം സാക്ഷ്യം പറയുക. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ ഒരുങ്ങിയത്
അടുത്ത 2 ആഴ്ചകളിലും എനിക്ക് മീറ്റിങ്ങിന് കയറുവാനുള്ള സാവകാശമില്ല. കാരണം ഞങ്ങൾ യാത്രയിലായിരിക്കും. എൻ്റെ പേര് ഷെർലി ബാബുക്കുട്ടി. ഞങ്ങൾ മുംബൈയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് വഴി നടത്തി. അതുപോലെ US-ലൊക്കെ യാത്ര ചെയ്തു. 5.5 മാസത്തോളം US-ലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ആ സമയങ്ങളിലൊക്കെ ഞാൻ പാൻഡത്തിനെ പറ്റിയും ആത്മമിത്രത്തിനെ പറ്റിയും ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു 12 സ്റ്റേറ്റിലോളം ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് അവസരം തന്നു. അതിൽ 10 സ്റ്റേറ്റിലുള്ള ചർച്ചുകളിൽ, ചില ചർച്ചുകളിലൊക്കെ പോകാൻ എൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളിടത്ത് പോയപ്പോൾ അവരോടൊപ്പം അതാത് ചർച്ചുകളിൽ പോകാനുള്ള അവസരം ദൈവം തന്നു. ചെന്നിടത്തെല്ലാം ഈ മിനിസ്ട്രിയെ പറ്റി അനേകർ പറയുവാനും അവർക്ക് അതുമൂലം ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ പറ്റി പറയുവാനും ഇടയായി. എനിക്കും അത് കേട്ട് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. അനേക മിനിസ്ട്രികൾ ചെയ്യുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ നിലയിൽ ആത്മീയമായിട്ട് കുറച്ചുകൂടെ ഒരു നല്ല നിലയിൽ നിന്ന് പറയുവാൻ തന്നെ കഴിയും. ആയിത്തീരുവാൻ ദൈവം സഹായിച്ചു. അനേകരുടെ സാക്ഷ്യങ്ങൾ കേട്ട് എന്നെ തന്നെ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുവാനും, അനേക വചനങ്ങൾ കേട്ട് എൻ്റെ ജീവിതത്തെ വിലയിരുത്തുവാനും ദൈവം എനിക്ക് അവസരം തന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ദൈവം അവസരം തന്നതൊക്കെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം തുടർന്നും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വിവിധ മിനിസ്ട്രികളിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഒറീസയിൽ 2 ദിവസത്തെ മീറ്റിങ്ങിനായിട്ട് 18-ാം തീയതി കടന്നു പോവുകയാണ്. അവിടെ 2 ദിവസത്തെ 19-ഉം 20-ഉം അവിടെ മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിനുശേഷം നാട്ടിലേക്ക് പോകുന്നു. അവിടെയും പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അനേക കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. അതിനുള്ള സമയമില്ലല്ലോ. ഈ മിനിസ്ട്രി ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കുന്നുള്ളൂ. ആമേൻ. ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം നമ്മുടെ ഇടയിൽ സാക്ഷ്യം പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഡിഫിക്കൽറ്റി പലർക്കും ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ചാടി എഴുന്നേറ്റ് അങ്ങ് പറയും. അപ്പൊ എല്ലാവരും പിന്നെ പിറകെ പറയും. അതുകൊണ്ട് ഇന്ന് ആദ്യം ഞാൻ പറയണമെന്നാണ് വിചാരിച്ചത്. അതേലും ഷേളി അത് എടുത്തു. നന്ദി. ആ പാട്ടാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാൻഡത്ത് ഫോർ ലിവിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹം. അത് ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെക്കാളും കൂടുതൽ അനുഗ്രഹം എനിക്കാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറണം എന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ കേരളം വിട്ടത്. ഓർത്ത് നോക്കണം. ഇപ്പൊ എനിക്ക് 87 വയസ്സായി. ഞാൻ ഈ ആളുകളെല്ലാം പ്രദേശവാസിയായിരുന്നു. നോർത്ത് ഇന്ത്യയിലും അമേരിക്കയിലുമായിട്ട് എൻ്റെ വാസം. ആ സമയത്തൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു മീറ്റിങ്ങുകൾക്കോ അങ്ങനെ ഒന്നും കൂടാനൊന്നും അങ്ങനെ ആരെയും പരിചയപ്പെടാനോ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഈ പാൻഡത്ത് ഫോർ ലിവിങ് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി പേരെ പരിചയപ്പെടാൻ ഇടയായി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. രണ്ടാമതായിട്ട് കഴിഞ്ഞൊരു വർഷം ഞാൻ ഞങ്ങളുടെ കുടുംബം കണ്ണുനീരിൽ കൂടെ കഴിയായിരുന്നു. കൊച്ചത് പാടിയപ്പോൾ ഞാൻ അത് ഓർത്തു. ഞങ്ങൾ വളരെ മനോവേദനയിൽ കൂടെ കണ്ണുനീരിൽ കൂടെ കടന്നുപോയ ഒരു അവസരമാണ്. പക്ഷെ അതൊന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഇരിക്കാൻ എനിക്ക് കൃപ ലഭിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയുമായിരുന്നു. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയതുകൊണ്ട് ആ കൊച്ചു പാടിയപ്പോൾ ഞാൻ ഓർത്തു കണ്ണുനീരിൽ കഴിഞ്ഞ രാത്രികൾ ഉണ്ടായിരുന്നു. എന്നാൽ സമാധാനത്തിന്റെ ദൈവം ഞങ്ങൾക്ക് സമാധാനം തന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൃപാവരങ്ങളെ എനിക്ക് നിങ്ങളെ ഇവിടെ ഇരിക്കുന്നവരെക്കാളെല്ലാം പ്രായം കൂടിയ ഒരു സ്ത്രീയാണ്, ഒരു വല്യമ്മച്ചിയാണ്. എന്നാൽ എനിക്ക് കർത്താവ് തന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനായിട്ട് ചില അവസരങ്ങൾ എനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ. കാരണം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി 3 ഭാഷകളിൽ തിരുവചനം പറയുവാനും എഴുതുവാനും ഒക്കെയുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അതിന് മുഖാന്തരമായത് ഈ പാൻഡത്ത് ഫോർ ലിവിങ്ങിലേക്ക് വന്നതുകൊണ്ടാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
മറ്റൊരു കാര്യം, അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ എനിക്ക് ഇടയായിത്തീർന്നു. ഇതൊന്നും, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊന്നും ഇവിടെ അമേരിക്കയിൽ കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നാട്ടിലുള്ള അനേകരുടെ ഹൃദയഭേദിയായ, ഹൃദയം തകർക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടയായത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതൊരു അനുഗ്രഹമായിട്ട്, അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള യുവ സഹോദരിമാരെന്ന് ഞാൻ പറയുമ്പോൾ എന്നേക്കാൾ താഴെയുള്ളവരെല്ലാവരും എനിക്ക് യുവ സഹോദരിമാരാണ്. അവരുടെ എല്ലാം കൃപാവരങ്ങൾ, ഇത്രയും കഴിവുള്ള സഹോദരിമാരുണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ബ്രദറുകാരുടെ ഇടയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ്. നമുക്കൊന്നും, ഞാൻ എഴുതുന്ന ലേഖനങ്ങൾക്ക് പോലും കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത്രയും കൃപാവരമുള്ള സഹോദരിമാരെ തന്ന ദൈവത്തിന് ഞാൻ ആയിരം സ്തോത്രം ചെയ്യുന്ന സഹോദരിമാരെ, നിങ്ങൾ അതൊന്നും താഴെ വെക്കരുത്. നിങ്ങളുടെ കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് കണക്ക് കൊടുക്കേണ്ടത് ഇവിടെയുള്ള ആരോടുമല്ല, നമ്മുടെ കർത്താവിനോടാണ്. ക്രിസ്തുവിന്റെ കൃപാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമുക്ക് കിരീടങ്ങൾ വേണോ? നമുക്ക് 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 സമ്മാനങ്ങൾ വേണോ? നമ്മുടെ കൃപാരങ്ങളെ ജ്വലിക്കണം. അതിനൊക്കെ കണക്ക് നാം കൊടുക്കണം. പ്രതിഫലത്തിന് വേണ്ടി അല്ല സഹോദരിമാരെ, നമ്മുടെ കൃപാവരങ്ങളെ എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയെല്ലാം. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഞാൻ എല്ലാ മീറ്റിങ്ങിലും കയറി വരുന്നത്. എനിക്ക് വചനം കേട്ട് കേട്ട് തൃപ്തിയായിട്ടില്ല. ഏത് വചനം എവിടെ ഉണ്ടോ അവിടെ കയറാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ കയറും. അതിനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സമയം നീട്ടുന്നില്ല, 5 മിനിറ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പാൻഡത്ത് ഫോർ ലിവിങ്, ആത്മമിത്രം, ആ പാൻഡത്ത് ഫോർ ലിവിങ് എന്ന് പറഞ്ഞാൽ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്ന പോലെ തന്നെ എൻ്റെ ഹൃദയം കാക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി. ഞാൻ അത് ഒന്നുകൂടെ ഏറ്റുപറയാണ്. അതിന് അവസരം ലഭിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. എൻ്റെ നാളുകൾ കഴിഞ്ഞു പോയി, ഇനി നാളുകൾ എണ്ണിയാണ് ഞാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ, എൻ്റെ യുവ സഹോദരിമാർ, എൻ്റെ അനുജത്തിമാർ, നിങ്ങൾ മുൻപോട്ട് വരണം. അനേക പ്രവർത്തനങ്ങൾക്കുള്ള മേഖലകളുണ്ട്. നിങ്ങളത് കളയരുത്. എനിക്ക് നഷ്ടമായ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഞങ്ങളുടെ ഭവനം, ഞങ്ങൾ വളരെ ദുഃഖത്തിൽ കടന്നു പോവുകയാണ്. എന്നാൽ അതിലൊന്നും, ആ പാട്ടിൽ പാടിയതുപോലെ നന്ദി അല്ലാതെ ഒന്നും പറയുന്നില്ല. കാരണം സമാധാനം. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ് സഹോദരിമാരെ. എൻ്റെ ഓട്ടം തീരാറായി. ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് എന്നുള്ള ഈ പ്രവർത്തനത്തെ കുറിച്ച് ചില വാക്കുകൾ പറയാനായിട്ട്, സാക്ഷ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് കോവിഡിന്റെ സമയമായിരുന്നു ഇത് ആരംഭിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹകാര്യമായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 4 വർഷം ആക്ച്വലി ഈ പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് നേരത്തെ തന്നെ ഷീബാമ യൂത്ത് മിനിസ്ട്രി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡ് വന്നതും ആത്മമിത്രം ആരംഭിച്ചതും. അപ്പോൾ ആത്മമിത്രം ആരംഭിക്കുമ്പോൾ അത് 4 സഹോദരന്മാരാണ് തുടങ്ങിയത്. ആ സമയത്ത് ഷീബാമയും ചേർത്തു, ഉഷാമയെ ചേർത്തു, അതിൻ്റെ കൂടെ എന്നെയും ചേർത്തു. അങ്ങനെയാണ് ആ ആത്മമിത്രം ലോക്ക് മീഡിയ ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ പാൻഡത്തിനെ കുറിച്ച് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത ആഴ്ചയിൽ ആത്മമിത്രത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിനായിട്ട് സമയം എടുക്കുന്നില്ല. ദൈവം ഇത്രത്തോളം സഹായിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യ പദവിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിന്റെ വചനം ഫലവത്തായിട്ട് അത് ഉപയോഗിക്കുവാനും അനേകരോട് സുവിശേഷം പറയുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേകരുടെ സാക്ഷ്യം കേൾക്കുവാനും അനേകരുടെ ജീവചരിത്രം കേൾക്കുവാനും അനേക വചനങ്ങൾ കേൾക്കുവാനും ഒക്കെ ഈ പാൻഡത്ത് ഫോർ ദ ലിവിങ് വേർഡ് മുഖാന്തരം സാധിച്ചു എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മുഖാമുഖമായി പലരെയും കണ്ടിട്ടില്ല.
എന്നാൽ ഇന്ന് എനിക്ക് അനേക സഹോദരിമാർ എൻ്റെ കൂടെയുണ്ട്. ഒരാവശ്യങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥിക്കാനും എൻ്റെ കൂടെ നിൽക്കുന്ന അനേക സഹോദരിമാർ, എന്നെ സ്നേഹിക്കുന്ന അനേക സഹോദരിമാർ എൻ്റെ കൂടെ ഉണ്ട്. അത് കാരണം ഈ പാൻഡറ്റ് ഫോർ ലിവിംഗ് വേർഡാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് തന്നെയല്ല, ഈ സമയം ഞാൻ തക്കത്തിൽ ഉപയോഗിക്കാൻ തക്കണം ദൈവം എന്നെ സഹായിക്കുന്നു. അതായത് ടൈം മാനേജ്മെന്റ് ഇതുള്ളത് കൊണ്ട് നമ്മൾ വേറെ ഒന്നിനും അങ്ങനെ സമയം വേസ്റ്റ് ആയിട്ട് പോകുന്നേ ഇല്ല. പലരും വായിക്കുവാനും പഠിക്കുവാനും എഴുതുവാനും അത് പറയുവാനും ഒക്കെയുള്ള സമയം ധാരാളം കിട്ടുന്നുണ്ട്. അത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ വേണ്ടത്തിൽ ഈ ഒരു ഓൺലൈൻ മിനിസ്ട്രി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫ് എത്രയോ വേസ്റ്റ് ആയി പോയെന്ന്. അതൊന്നും ഇല്ലാതെ കൊണ്ടും എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമായി തീർന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്ക് അനേക വേലകൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. രാവിലെയുമായിട്ടുള്ള പാട്ട്, പ്രാർത്ഥന, വചനം വായന, അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുള്ള പ്രവർത്തനങ്ങൾ, അതുകൂടാതെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അതുകൂടാതെ യൂത്ത് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു പുതിയ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ അനുഗ്രഹമായ നിലയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഇടയാകുന്നുണ്ട്. ഒരാഴ്ച ആയുള്ളൂ അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നല്ലോ അതിന്റെ ഇനോഗ്രേഷൻ. അത് കഴിഞ്ഞപ്പോൾ തന്നെ എത്ര യുവ സഹോദരിമാരാണ് മുമ്പോട്ട് വന്ന് വചനം പറയുന്നതും ഡിവോഷണൽ മെസ്സേജ് ഇടുന്നതും. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, അവരിങ്ങനെ വളർന്നു വരുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കിട്ടിയ അവസരം നമ്മൾ പാഴാക്കാതെ എല്ലാവിധത്തിലും ദൈവനാമത്തിനായിട്ട് ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പലരെ എൻകറേജ് ചെയ്ത് ഡിവോഷണൽ മെസ്സേജസ് ഇടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ യൂത്ത് മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ഡിവോഷണൽ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഈ ഒറ്റ ആഴ്ചയും കൊണ്ട് 6 യുവ സഹോദരിമാരാണ് ഈ യൂത്ത് മിനിസ്ട്രിയിൽ മെസ്സേജ് കൊടുത്തത്. ഫേബ മേരി സുരേഷ്, ആമി ബൈജു, സരീഷ് ഷിബി, ഗോഡ്സി സാജു, അന്ന എബിക്സൺ, കെസിയ സജി, ഈ 6 കുഞ്ഞു സഹോദരിമാരാണ് നല്ല ഭാഷയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അത് കേട്ട് ഞാൻ വളരെയധികം ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ലഭിച്ചല്ലോ. വീട്ടിലും സഭയിലും ഉള്ള ട്രെയിനിങ് ആണ് അവർക്കിത് പ്രദർശിപ്പിക്കാൻ സാധിച്ചതെന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അത് നമുക്ക് നല്ല മാതൃകയാണ്. അത് ഓർത്ത് ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കാം. ഈ ഉള്ള നല്ല സമയം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ അധികം എടുക്കുന്നില്ല. വചനം കേൾവിയാലും നമ്മൾ പ്രാർത്ഥനയാലും നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ ദൈവനാമം മാത്രം മഹത്വപ്പെടും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് പ്രായമായ സഹോദരിമാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. പല മീറ്റിങ്ങുകൾക്കും പ്രായം കുറഞ്ഞവരല്ല, പ്രായമുള്ളവരാണ് കയറുന്നത്. അവരുടെ സമയം ഒട്ടും വേസ്റ്റ് ആകാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെല്ലാം പുറകിൽ നിൽക്കുന്ന ഷീബാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എന്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന വലിയ വെളിച്ചത്തിനായി സ്തോത്രം. അനേകരെ യുവ സഹോദരിമാരെയും പ്രായമുള്ളവരെ എൻകറേജ് ചെയ്യുവാനും അവരെ മുമ്പോട്ട് കൊണ്ടുവരാനും ഒക്കെ പ്രിയ മകൾക്ക് സാധിക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തന്ന സമയത്തിനായി സ്തോത്രം. സകല മഹത്വം ദൈവത്തിന് ഇരിക്കട്ടെ. നന്ദി, നമസ്കാരം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറയാന് മുന്നിലേക്ക് വരാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ഇത്രയും വർഷം ഈ പാൻഡത്ത് ആത്മമിത്രം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ എനിക്ക് ഒരുപാട് സ്പിരിച്വൽ റിവൈവല്, എൻ്റെ സങ്കടത്തില്, എൻ്റെ കഷ്ടങ്ങളില്, എൻ്റെ ദുഃഖത്തില് എനിക്ക് ആശ്വാസമായിരുന്ന അനേക പ്രോഗ്രാംസ് ഇതിലുണ്ടായിരുന്നു. എല്ലാവൊന്നും എനിക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ടെസ്റ്റ് മണി ആണെങ്കിൽ തന്നെയും അതുപോലെ അല്ല ഡിവോഷൻസ് ആണെങ്കിൽ തന്നെയും അതിലൂടെ ദൈവാത്മാവ് എനിക്ക് ശക്തി പകർന്നിട്ടുണ്ട്. ഞാൻ തളർന്നു പോകാതിരുന്നിട്ടുണ്ട്. പാൻഡത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും ഇത് നിന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് ദൈവം തന്ന ആശ്വാസത്തെ ഓർത്ത് അത് പറയാതിരുന്നാല് ഞാൻ ദൈവസന്നിധിയിൽ തെറ്റുകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് വന്നത്. എല്ലാ മഹത്വവും ദൈവത്തിന് എന്നെ സമർപ്പിക്കുന്നു. അത് നിങ്ങളുടെ കൂട്ടായുള്ള പ്രാർത്ഥന
അതുപോലെയുള്ള പല ഗ്രൂപ്പുകളിലുള്ള യൂണിറ്റി എല്ലാവരും കൂടെ ചെയ്യുന്ന ഇതെല്ലാം തുടർന്നും കൊണ്ടുപോകാൻ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2044 അവസാന സമയത്തും കർത്താവ് നമ്മളെ ഇത്രയധികം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുകയാണ്. സംഭവബഹുലമായ ജീവിതത്തിൽ, ആപത്തുകളും അപകടങ്ങളും നിറഞ്ഞതായ ജീവിതത്തിൽ ഈ ഓരോ ദിവസവും ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുകയാണ്. സഹോദരിമാരുടെ ഇടയിലുള്ള പല സൂം മീറ്റിങ്ങുകളും അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകളും പങ്കെടുക്കുവാനും കൃപ ചെയ്തോർത്ത് ദൈവത്തെ, വലിയവനായ ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയർ 4:7 നമുക്കൊന്ന് വായിക്കാം. സിസ്റ്റർ വായിച്ചത് തന്നെയാണ്. ഫിലിപ്പിയർ 4:7. ഫിലിപ്പിയർ 4:7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ഈ വചനം വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പാൻഡറ്റ് ഫോർ ദ ലിവിംഗ് വേർഡ് മൂലം അടിയന്റെ ജീവിതത്തിൽ വളരെ പ്രയോജനം ഉണ്ടായി. പലവിധമായ സാക്ഷ്യങ്ങൾ കേട്ടു. വചനം പഠിക്കുവാനും ദൈവത്തെ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുവാനും എല്ലാം ദൈവം സഹായിച്ചു. വചനം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനും ദൈവം കൃപ ചെയ്തു. വേണ്ടുന്ന മാത്രമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന കഴിവ് ദൈവം എനിക്ക് തന്നു. സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ താഴുവാൻ വേണ്ടി ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ 50ാമത്തെ വാർഷികം, വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഞങ്ങൾക്ക് മക്കൾ 3 പേരെയും ദൈവം തന്നിട്ടുണ്ട്. 3 കൊച്ചുമക്കളെയും ദൈവം, 3 മരുമക്കളെയും ദൈവം തന്നിട്ടുണ്ട്. 5 കൊച്ചുമക്കളെയും ദൈവം തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ. ക്ഷീണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അച്ചായന്റെ കാലിന് ബലക്കുറവുണ്ട്. മസിൽ വീക്കമാണെന്ന് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം അതാണ്. എല്ലാ സൺഡേയിലും മീറ്റിങ്ങിന് പോകുന്നുണ്ട്, എക്സർസൈസ് ചെയ്യുന്നുണ്ട്, ദിവസവും എക്സർസൈസ് ചെയ്യുന്നുമുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോഴും അവയെല്ലാം അതിജീവിക്കുവാനുള്ള കൃപ ദൈവം തരുന്നു. എനിക്ക് കിഡ്നിക്കും ഗോൾ ബ്ലാഡറിനും സ്റ്റോൺ ഉണ്ട്. ചിലപ്പോൾ മാത്രം വലിയ വേദന വരും. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. ഇളയ മോൻ പ്രദീപും വൈഫ് നീനായും, അവർക്ക് 6 വയസ്സായ ഒരു മോനുമുണ്ട്. നിങ്ങളെ എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. എന്നാലും പല കാര്യങ്ങൾക്കായിട്ടും വിചാരപ്പെടുന്ന കൂട്ടത്തിലാണ് എൻ്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ. അതോർത്ത് ഇത്രമേൽ കർത്താവ് സഹായിക്കുന്നവർക്ക് ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവം സഹായിക്കട്ടെ. ഇതോടുകൂടി എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. താങ്ക് യു സിസ്റ്റർ ജയൻ. ഇനിയും അടുത്തതായിട്ട് ലിസി സാജു ഈ കേട്ട 5 സാക്ഷ്യങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഒരു ഗാനം കൂടി ശ്രവിക്കാം നമുക്ക്. സിസ്റ്റർ ലിസി. താങ്ക് യു സാർ ആൻറ്റി. നമുക്ക് കേട്ട സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ നല്ല ദൈവമേ, അടിയങ്ങളങ്ങി ആരാധിക്കുന്നു, അടിയങ്ങളങ്ങി മഹത്വപ്പെടുത്തുന്നപ്പാ. കർത്താവേ, 2024 അവസാന നാളുകളിലേക്ക് അടിയങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നു. അതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവെ, ഈ പാൻഡറ്റ് ഫോർ ദ ലിവിംഗ് വേർഡിലൂടെ കർത്താവെ അനേക ദൈവമക്കൾക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ഒരു അവസരം അവിടുന്ന് നൽകിയതിനായിട്ട് സ്തോത്രം അപ്പാ. സ്തോത്രം. ഇന്ന് കർത്താവെ, ഈ സമയം 5 പേരുടെ സാക്ഷ്യം എന്റെ സ്വർഗത്തിലെ കർത്താവ് ശ്രദ്ധ വെച്ച് അവിടുന്ന് കേട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രിയപ്പെട്ടവരെ നടത്തിയ വിധങ്ങളെ കുറിച്ചും ഈ പാൻഡറ്റ് ഫോർ ദ ലിവിംഗ് വേർഡിലൂടെ അവർക്ക് ലഭിച്ച
നന്മകളെക്കുറിച്ചും ഒരിക്കൽ കൂടി ദൈവമക്കളുടെ മുമ്പാകെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം സ്തോത്രം അപ്പ. ഷേർലി ആന്റിയെ കുടുംബമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസി പറഞ്ഞ സാക്ഷ്യം സ്വർഗത്തിലെ കർത്താവ് കേട്ടിരിക്കുന്നതിനായി സ്തോത്രം അപ്പ. എന്റെ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ 5 മാസത്തോളം USA കടന്നു പോകുവാനും കർത്താവെ അനേക ചർച്ചകളിൽ കടന്നുപോയി സാക്ഷികളാകുവാനൊക്കെ ഇടയായി. അവിടെയൊക്കെയും കർത്താവെ ഈ മീഡിയയെ കുറിച്ച് അനേകര് വളരെ ആത്മീയ കർത്താവെ കാഴ്ചപ്പാടോട് സംസാരിക്കുന്നത് കേട്ട് സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം അപ്പാ സ്തോത്രം. പ്രിയപ്പെട്ടവരെ ദൈവമേ, ബോംബെയിലുള്ള മിനിസ്ട്രി അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മാസം 19-ാം തീയതി 20-ാം തീയതി 18-ാം തീയതിയോടുകൂടി അവർ കർത്താവെ ഒറീസയ്ക്ക് പോവുകയാണ്. 2 ദിവസം അവിടെ കർത്താവെ മീറ്റിംഗ് ഉണ്ട്. ആ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരുവാനും ആ ശുശ്രൂഷകൾ നന്നായി ചെയ്യുവാനും കർത്താവ് സഹായിക്കുമാറാകണമേ. തുടർന്ന് അവർക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് അതൊക്കെ അറിയുന്നു. അവിടെ യാത്രാമധ്യമൊക്കെ ദൈവത്തിന്റെ കരുതലും സൂക്ഷിപ്പും പരിപാലനയോടും ഉണ്ടായിരിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രമപ്പാ. പ്രിയേൽ സാൻഡിക്കായിട്ട് സ്തോത്രം. കർത്താവെ, തന്റെ ദാസി പറഞ്ഞ സാക്ഷ്യം അവിടുന്ന് കേട്ടിരിക്കുന്നതിനായി സ്തോത്രമപ്പാ സ്തോത്രം. കർത്താവെ, വർഷങ്ങളായിട്ട് അമേരിക്കയുടെ പ്രദേശത്തായിരിക്കുന്നു. അപ്പോൾ അവിടെ അനേക ശുശ്രൂഷകൾ ചെയ്യുവാനും അനേക ശുശ്രൂഷകൾ മീറ്റിങ്ങുകൾ കേൾക്കുവാനും സംബന്ധിപ്പാനും ഒക്കെ അവിടുത്തെ ദാസിക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു. എന്നാലോ നാട്ടിലെ ശുശ്രൂഷകളൊന്നും കൂടുവാനൊന്നും കഴിയാതെ പോയ പല സാഹചര്യങ്ങളും ഉണ്ടെന്നാൽ കർത്താവെ ഭാരതത്തിലൂടെ അനേക ദൈവമക്കളുടെ ശുശ്രൂഷകൾ കേൾക്കുവാനും അത് പ്രിയ ആന്റിക്ക് സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഈ നാളുകളിലെ കർത്താവെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ നടുവിൽ കൂടിയാണ് അങ്ങയുടെ ദാസി പോകുന്നതെങ്കിലും അതൊന്നും കർത്താവെ കാരണമാക്കാതെ ദൈവമേ ഭാരതത്തിലൂടെ അനേക ശുശ്രൂഷകൾ പങ്കെടുപ്പാനും ശുശ്രൂഷകൾ ചെയ്യുവാനും ഒക്കെ അവിടുത്തെ ദാസിക്ക് ബലം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ സന്തോഷത്തോടുകൂടി അവിടുത്തെ ദാസിക്ക് ആയിരിക്കാനും ദൈവം കൃപ ചെയ്യുന്നില്ല. അതിനായിട്ട് സ്തോത്രം അപ്പാ സ്തോത്രം. തുടർന്നും ആന്റിക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും കർത്താവെ അവിടുന്ന് നൽകുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആന്റിയുടെ സാക്ഷ്യവാചകത്തിൽ കർത്താവെ നാളുകൾ എണ്ണി ഇരിക്കുന്നു എന്ന് കേട്ടപ്പോൾ കർത്താവെ അത് അടിയങ്ങൾക്കൊക്കെ അതൊരു വിഷമം തോന്നിയെങ്കിലും എന്റെ കർത്താവ് അവിടുന്ന് എല്ലാം അറിയുന്നു. അങ്ങയുടെ ദാസിയെ ഇനിയും അങ്ങയുടെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. അടിയങ്ങൾക്കൊക്കെ എത്രയോ പ്രയോജനകരമായ അവിടുത്തെ മകളാണ് നാഥ. അവിടുന്ന് വേണ്ടുന്ന കൃപയുടെ കരങ്ങളിൽ അവിടുന്ന് വഹിക്കണം. മക്കളെയും കുഞ്ഞുമക്കളെയും മരുമക്കളെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, ശാന്തമായിരിക്കായിട്ട് സ്തോത്രമപ്പ. അവിടുത്തെ ദാസിയും അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ചു പറഞ്ഞ സാക്ഷ്യവാചകങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, അവിടുത്തെ ദാസി കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുന്ന് അറിയുന്നു. അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആത്മമിത്രത്തിന്റെ കാര്യങ്ങളും അതൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ ദാസിയെ ഓരോ ദിവസവും അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രമപ്പ. ആന്റിക്ക് കൊടുത്തിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് പരിമേൽപ്പിക്കുന്നവർ പല രാജ്യങ്ങളിലായിരിക്കുന്നു. ദൈവകൃപ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ആന്റിക്കും വേണ്ടുന്ന കൃപകളെ നൽകണമേ. അടിയങ്ങൾക്കൊക്കെ കർത്താവെ പ്രിയ ആന്റിയും ഒരനുഗ്രഹമായിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവെ, അതുപോലെ ലതാ സിസ്റ്ററായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസിയും അവിടെ മുമ്പാകെ പറഞ്ഞ സാക്ഷി അവിടുന്ന് കേട്ടിരിക്കുന്നു. കർത്താവെ, ഈ മീഡിയയിലൂടെ അവിടുത്തെ ദാസിക്കും അനേക ടെസ്റ്റിമണികളും വചനങ്ങളും ഒക്കെ കേൾക്കുവാനും അത് മുഖാന്തരം അവിടുത്തെ ദാസിക്കും സന്തോഷവും സമാധാനം അനുഭവിപ്പാനും ദൈവകൃപയെ നൽകാനും ഒക്കെ ദൈവം അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന വേലയെ അവിടുന്ന് മാനിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം അപ്പ. ജയനാന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ദാസിയും പറഞ്ഞ വാചകങ്ങൾ അവിടുന്ന് കേട്ടിരിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. തന്റെ ദാസിക്ക് കർത്താവെ ദിവസങ്ങളിൽ നാളുകളില് ആ സ്റ്റോണിന്റെ പ്രയാസത്താൽ വളരെയധികം ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ, പലപ്പോഴും വേദനയാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും എന്റെ കർത്താവെ, അവിടുന്ന് വചനം വായിച്ചതുപോലെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവെ, സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുകയും നല്ല ചെയ്ത കർത്താവിന്റെ പാദപീഠത്തില് തന്റെ വേദനയും പ്രയാസങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് കർത്താവെ എല്ലാ മീറ്റിംഗിലും സന്തോഷത്തോടെ പങ്കെടുപ്പാൻ തക്കണ ദാസിയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അപ്പാ സ്തോത്രം. ആ സ്റ്റോണിന്റെ അതിൽ നിന്നും കർത്താവ് അവിടുന്ന് വിടുവിക്കുവാൻ മതിയായ ദൈവമാണല്ലോ അപ്പ. ആ വേദനയിൽ നിന്നൊക്കെ അവിടുന്ന് മുക്തി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്കിളിനായിട്ട് സ്തോത്രം. കർത്താവെ, തന്റെ മകന്റെ ആ കാലിന്റെ പ്രയാസമൊക്കെ കർത്താവെ അവിടുന്ന് അറിയുന്നു. അത് വിടുവിക്കുമാറാകണമേ. രണ്ടുപേരെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരുടെ മേലോടുന്നുണ്ടാകുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ സാക്ഷ്യം പറഞ്ഞ 5 പേരെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നപ്പ.
അവിടുന്ന് ഹൃദയങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ അറിയുന്ന കർത്താവ് അവിടുന്നാണ്. ഓരോ ദിവസവും അവിടുന്ന് വഴി നടത്തണമേ. ഭാരത് ലിവിംഗ് വേർഡ് എന്ന ഈ മീഡിയയ്ക്കായിട്ട് സ്തോത്രം. ഷിബാന്റെ ഒരിക്കൽ കൂടി കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നു. ക്ഷേമത്തോടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാതപിടുത്തിൽ അടിയങ്ങൾ ഇനി ഇരിക്കട്ടെ കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. അടിയന്റെ കുറവുകളൊക്കെ അവിടുന്ന് ക്ഷമിക്കുമാറാണ് യേശപ്പ. പ്രാർത്ഥന കേട്ടിരിക്കുന്നതായിക്കാട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും വിനയത്തോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ ആമേൻ. അമേൻ അമേൻ. സ്തോത്രം. നമുക്ക് അടുത്തതായി ഒരു ഗാനം കൂടെ ശ്രവിക്കാം. അനിമ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി
താങ്ക് യു അനിമ. ഗോഡ് ബ്ലെസ് യു. ദൈവനാമ മഹത്വത്തിനായിട്ട് നല്ല ശബ്ദം ഉപയോഗിച്ച് ഇനിയും പാടുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് അടുത്തതായിട്ട് സാക്ഷി തുടരാം. ആരെങ്കിലും സമയം വേസ്റ്റ് ചെയ്യാതെ പേര് സബ്മിറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സ് ഓരോരുത്തരായിട്ട് സാക്ഷി പറയാൻ തുടങ്ങിക്കാട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് കേൾക്കാമോ? കേൾക്കാം ഇവിടെ ചെറിയ മഴയുണ്ട്, അതാണ് ചോദിച്ചത്. കേൾക്കാം പറഞ്ഞോ. എന്റെ പേര് ഷാരി. ചിലർക്കെങ്കിലും എന്നെ അറിയാം. ആന്റിയോ കേൾക്കാം മോളെ പറഞ്ഞു. ഞങ്ങള് ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്. എനിക്ക് ഇവിടെ ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. എന്നെ ഇങ്ങോട്ട് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാടെന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവാഹം കഴിച്ച് 14 വർഷമായി ഞങ്ങൾ സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന. ഇപ്പൊ ഇവിടെ പ്രിയ ആന്റിമാരൊക്കെ പറഞ്ഞതുപോലെ ഞാനും ഇവിടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യവും ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒടുവിൽ ചെറിയ സഭയുണ്ട്. ആ സഭയോടുള്ള ബന്ധത്തിലുള്ള ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ രീതിയിലായിരുന്നു മുന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഇരുന്ന അപ്പോഴാണ് ഞാൻ ഈ പാണ്ഡത്തിന്റെ ഫാമിലി ആയിട്ട് ഒരു 7 മാസമായി ഞാൻ ഈ ഫാമിലിയുടെ ഒരു മെമ്പറാണ്. വലുനായ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും നല്ല അവസരമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. കാരണം വളരെ വലിയ കൃപയൊന്നും ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ ഇങ്ങനെ വലുനായ ദൈവം ഇങ്ങനെ നിൽക്കുവാനുള്ള കൃപ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ പ്രിയ ആന്റിമാർ ഓരോരുത്തരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പാട്ട് പാടാനോ അങ്ങനെ വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും അതിനെല്ലാം എനിക്ക് അവസരം തന്നു. പ്രിയ ഷീബാന്റീനെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു പരിചയം ഉണ്ട് ആന്റിയായിട്ട്. അങ്ങനെ എന്തായാലും നിങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ എനിക്ക് കൃപ ചെയ്തു. ഇത് ഈ പാണ്ഡത്തിന്റെ ഈ മെമ്പർ ആയിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ആന്റിമാരെ ദൈവം തന്നിട്ടുണ്ട്. അത് തന്നെ വലിയ വലിയ കാര്യമാണ്. പാണ്ഡത്തിന്റെ ഓരോ മെമ്പർമാരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞുങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എനിക്ക് കുറെ പ്രാർത്ഥിക്കുന്ന ആന്റിമാര്, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ സഹോദരിമാര്, അങ്ങനെ അനേക പ്രിയപ്പെട്ടവരുമായിട്ട് ഇടപെടുവാൻ വലിയ ദൈവം ഈ നല്ലൊരു അവസരം നൽകി. അപ്പോൾ നിങ്ങൾ തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നൽകിയ നന്മകൾ ഒരുപാട് പറയാനുണ്ട് നമുക്ക്, എങ്കിലും അത്രയും പറയാനുള്ള സമയം ഇല്ലാത്ത കൊണ്ട് ദൈവം നൽകുന്ന അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഇനിയും ജീവിക്കാൻ വലിയ ദൈവം കൃപ നൽകേണ്ടതിന് വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും, കുഞ്ഞുങ്ങളെ 2 ആൺമക്കളാണ്. അവര് ചെറുപ്രായമാണ്. അവര് കുഞ്ഞുങ്ങള് യൗവന പ്രായത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ശമൂവേൽ വാളിനെ പോലെ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുവരെയും ദൈവം ഞങ്ങളെ അനുഗ്രഹമായിട്ട് നടത്തി. തുടർന്നും ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് എന്നെയും എന്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലത സഹോദരിയാണ്. ഞാൻ ഈ 2022 പാൻഡത്തില് ദൈവത്തിന്റെ ഹിതപ്രകാരം എനിക്ക് ഇതില് ഈ ടെസ്റ്റ് മണിക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നു. എന്റെ ജീവിതത്തിലെല്ലാം ഞാൻ ദൈവഹിതപ്രകാരം ചോദിക്കുന്നതാണ്. ദൈവത്തിന്റെ ഹിതം ഇതൊന്നും എനിക്കറിയില്ല. പാൻഡത്തിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് സ്റ്റെഫി മോൾ, ഞങ്ങളുടെ സഭയിലുള്ള ഒരു സ്റ്റെഫി മോളാണ് എനിക്ക് വേണ്ടി സിസ്റ്ററിനോട് പറഞ്ഞത്. അപ്പൊ ജൂലൈ മാസത്തിലാണ് ഇത് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ മെയ് മാസത്തിലാണ് ഈ പറഞ്ഞത്. അപ്പൊ ജൂലൈ വരെ ഫിക്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ആഴ്ച തന്നെ ദൈവം ഒരുക്കി, ആഴ്ച തന്നെ എനിക്ക് ടെസ്റ്റ് മണി പറയാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആഴ്ച തന്നെ പറഞ്ഞു. അത് മുതൽക്ക് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ പാൻഡത്തിൽ കയറാറുണ്ട്. അത് എനിക്ക് വളരെ ജീവിതത്തിൽ അനുഗ്രഹവും, പിന്നീട് എനിക്ക് ദൈവ കൃപ കൊണ്ട് ഞാൻ എവിടേക്കും അങ്ങനെ ഒന്നും മുന്നോട്ട് പോകൂല. ഒരിടത്തും ഞാൻ ഒതുങ്ങി ഒരിടത്ത് ഇരിക്കുള്ളൂ. സഭയിലായാലും ഒന്നിനും ഞാൻ പോകൂല. പക്ഷെ പാൻഡത്തിൽ വന്നിട്ട് ദൈവം എനിക്ക് വചന ശുശ്രൂഷയ്ക്കൊക്കെ ദൈവം കൃപ തന്നു. പിന്നെ ഒത്തിരി ടെസ്റ്റ് മണി കേൾക്കാനായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹത്തിനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്.
പിന്നെ ഞങ്ങളുടെ ഓരോ വിഷയത്തിനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പോലെ ആ പാൻഡത്തിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യം ദൈവം നടത്തുന്ന കാരണം നമ്മുടെ മോളുടെ വിവാഹം വന്നപ്പോഴും ആ സമയത്തും ഞാൻ ഈ വേണ്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മുടെ ശീപ സൗകര്യം ഇവിടുന്ന് വന്നു വിവാഹത്തിന് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മളെ എന്താ പറയാ, നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി സഹോദരിമാർ ഇപ്പൊ കൂടുതലായിട്ട് ഈ പാൻഡത്തിലുള്ള കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനും എല്ലാവർക്കും വേണ്ടി ഓർത്തോർത്ത് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസങ്ങളിലും, പാൻഡത്തിന് വേണ്ടി, പാൻഡത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒത്തിരി നന്ദി ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ വന്ന കാരണം വളരെ അനുഗ്രഹമാക്കി ദൈവം തീർത്തിട്ടുണ്ട്. അതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പാൻഡത്ത് വളരെ ഇനിയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കടന്നു പോകാനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം വെച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മോള് ഐശ്വര്യ സരസ്വതി മോള് ഭജന ശുശ്രൂഷയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു, പാട്ടൊക്കെ പാടും. പക്ഷെ ഐശ്വര്യ മോൾക്ക് പഠന കാര്യത്തിൽ പോണ കാരണം ഒന്നും ഒരു കാര്യത്തില്ല. അപ്പൊ ഞാൻ ആ വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതില് ആരംഭിച്ചപ്പോ ഞാൻ ദൈവത്തിന് ആയിരം നന്ദി അർപ്പിച്ച്. അപ്പൊ ആ മോൾക്കും ഇപ്പൊ ഡിവോഷൻ ഒക്കെ ചെയ്യാനായിട്ട് ദൈവം കൃപ കൊടുക്കും. ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല, ദൈവ കൃപയാണ്. അവൾ ഇരുന്ന് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവവചനം വായിച്ച് അതിനൊക്കെ പറയാം. ദൈവത്തിന്റെ കൃപ അതൊക്കെ ഞാൻ ഓർത്ത് ഈ പാൻഡത്ത് മുഖാന്തരം വളരെ അനുഗ്രഹിക്കപ്പെട്ട കാരണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇതിൽ കൂട്ടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി ഇത് ഏറ്റവും അനുഗ്രഹമായി ഈ പ്രോഗ്രാം പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ വളരെ ഇത് മുഖാന്തരം അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിവല്ല. ഇത് പറയാനെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിനൊക്കെ ദൈവം സമയം ഒരുക്കി തരട്ടെ, അപ്പൊ പറയാം. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ലക്ഷ്മിമോള് കിടപ്പ് രോഗിയാന്ന് നിങ്ങൾക്ക് അറിയാം. അവള് വളരെ സന്തോഷമാണ്. ഈ ശിവ ആന്റി ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അന്വേഷണം പറയണമെന്ന് പറയും. അപ്പൊ അതിന്റെ പേരിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഐശ്വര്യ മോളുടെ പരീക്ഷ ഈ വർഷത്തോടുകൂടി കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് BCom ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വർഷം തികയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ സരസ്വതി മോൾക്ക് നല്ലൊരു കുടുംബജീവിതം ദൈവം കൊടുത്തു, അതിനായിട്ട് സ്തുതിക്കുന്നു. അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഇപ്പൊ സുരേഷ് ഭർത്താവ് ഇങ്ങനെ 2 ദിവസം ദൈവത്തിന്റെ വേലയ്ക്കായിട്ടാണ് ട്രാക്ട് കൊടുക്കാൻ ദൈവദാസനോട് പോകുന്നുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ദൈവകൃപയിൽ ഞങ്ങൾ ഓരോ ദിവസം ജീവിക്കാൻ ദൈവം കൃപ തരുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കാന് ഈ പാൻഡത്തെ ഓർത്ത് ഇനി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ദൈവനാമത്വത്തിനായിട്ട് എല്ലാം തീരുവാനും ഞാൻ പ്രാർത്ഥിക്കാൻ. ദൈവനാമത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സിസ്റ്റർ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഫേബ എബിൻ. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കാരണം 2 വർഷമായി ഞാൻ ഈ പാൻഡത്തിന്റെ ഫാമിലിയിൽ അംഗമാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന എനിക്കും ഈ ഇരിക്കുന്ന ആന്റിമാരെയൊക്കെ കാണുവാനും നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കുചേരുവാനും അതുപോലെ ധാരാളം ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ വലിയവനായി ദൈവം സഹായിച്ചു. ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഞാൻ ആകെ നേരിട്ട ഒരു ആന്റിയെ കണ്ടത് സാറാന്റി മാത്രം ഒരു ചർച്ചിൽ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആന്റിമാരെയും ദിവസവും കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു ബന്ധം കൊണ്ടുവരുവാൻ ഇതിലൂടെ ദൈവം ഇടയാക്കി. അപ്പോൾ പലപ്പോഴും ഞാൻ കൊറോണ വന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്, ഇത്ര നല്ലൊരു കൂട്ടായ്മയിലോട്ട് കടന്നു വരുവാൻ ഇടയായതിന്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഞാൻ ബലഹീനാവസ്ഥയിലായിരുന്നപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും ഞാൻ ഓർക്കും, ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന ആന്റിമാർ പ്രാർത്ഥിച്ച് തക്ക സമയത്ത് ഒരു വിടുതൽ നൽകി. ദൈവം ദാനമായിട്ട് ഒരു കുഞ്ഞിനെയും കൂടെ നൽകി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ള നന്ദി പറഞ്ഞുകൊടുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊടുന്നു. അതുപോലെ ഒരു ശുശ്രൂഷ ഒന്നും ചെയ്യാത്ത എനിക്ക് ഈ പാൻഡത്തിലൂടെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാനും വലിയവനായ ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെ സഹായിച്ചു. ആത്മീയമായിട്ട് ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം നൽകിയ അവസരത്തിന് ഓർത്ത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. തുടർന്നും പാൻഡത്തിന്റെ പ്രവർത്തനയോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
സിസ്റ്റേഴ്സ് സമയം വേസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും അടുത്തായിട്ട് സാക്ഷി പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് ലിസി സാജു. ട്രിവാൻഡ്രത്ത് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാൻ ഈ പാനത്തിൽ വന്നതിന് ശേഷം ഞാൻ പാനത്തിൽ വരാൻ കാരണം എന്റെ ഹസ്ബൻഡ് സായിച്ചാന്റെ ഫോണിൽ ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ കണ്ടു. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കൃപാതമുള്ള സഹോദരിമാർക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു ശുശ്രൂഷ. പക്ഷെ അന്ന് എനിക്ക് വാട്സപ്പ് ഉള്ള ഫോണൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അതങ്ങ് വിട്ടു, എനിക്ക് മനസ്സിലായില്ല ഒന്നും. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് 2 വർഷം മുമ്പ് ഒരു കല്യാണത്തിന്, ഇവിടെയുള്ള ഒരു മോന്റെ കല്യാണത്തിന് ഞങ്ങള് മണന്തല സഭ ചെന്നപ്പോ നമ്മുടെ പെരുമ്പാവൂരുള്ള നമ്മുടെ ആന്റി, ഓമനി ആന്റിയെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ ഓമനി ആന്റിയോട് ചോദിച്ചു, ആന്റി ഇങ്ങനെ ഒരു ദിവസം ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു, അങ്ങനെയാണ് എന്റെ നമ്പർ ഞാൻ ആന്റിക്ക് കൊടുത്തു. ആന്റി ഷീബാന്റിയെ ഏൽപ്പിച്ചു. അങ്ങനെ എനിക്ക് ഈ പാൻഡത്തില് ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ ഈ ഫാമിലിയിൽ ഒരു അംഗമായി തീരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയിലാണ് ഞങ്ങളെ കുടുംബമായിട്ടായി ഞങ്ങൾ ഹൗസ് വിസിറ്റിംഗ് ചെയ്യുന്നത്. അപ്പം ദാസനോട് കൂടെ ചേർന്ന് പോകുമ്പോഴൊക്കെ സഹോദരിമാരോടൊക്കെ അല്പമായിട്ടൊക്കെ സുവിശേഷം പറയുന്നല്ലാതെ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങിന് കൂടുവോ സംബന്ധിക്കുവോ എന്തെങ്കിലും കാര്യം പറയുവോ ഒന്നും ചെയ്തിട്ടില്ലാത്തതാണ് ഞാൻ. അപ്പൊ ഇവിടെ ഈ പാൻഡത്തിൽ കൂടിയപ്പോ ഷീബാന്റെ എന്നോട് സാക്ഷ്യം പറയണം. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ സാക്ഷ്യം പറയണം. എങ്ങനെയാ ദൈവം ഒരുക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ പാൻഡത്തിലൂടെ എനിക്ക് എന്റെ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ഒരു ശുശ്രൂഷയും ഞാൻ ചെയ്യത്തില്ല. സഭയിലെ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ച. ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമെന്നല്ലാതെ ഒരു കാര്യവും എനിക്ക് ചെയ്യാനായിട്ടും ഇങ്ങനെ അഭിമുഖമായിട്ട് സംസാരിക്കാനൊന്നും ഒരു കഴിവും ഇല്ലായിരുന്നു. എന്നാൽ പാൻഡത്തിലൂടെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന അത് മുഖാന്തരം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുവാനും അതുപോലെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനും ആത്മമിത്രത്തിലായില്ല വീച്ചതറിലൊക്കെ ആണെങ്കിലും ഡിവോഷൻ ഇടാനും ദൈവവചനം പറയാനൊക്കെ കർത്താവ് സഹായിച്ചത് അത് ഞങ്ങള് എല്ലാ ദിവസവും 2 മണിക്ക് ഞങ്ങൾ ഒരു 5-8 സഹോദരിമാർ മാത്രമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട് മാത്രമാണ്. പിന്നെ ആന്റിമാരുടെ പ്രോത്സാഹനം, ശാന്തമ്മ ആന്റി, ഷേർലി ആന്റി, ഇവര് അങ്ങനെ പേര് പറയാനായിട്ട് ഒത്തിരി പേരുണ്ടെങ്കിലും അവരുടെയൊക്കെ പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെ കാരണം കർത്താവിന്റെ സന്നിധി ഇങ്ങനെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തോർത്ത് സ്തോത്രം. പിന്നെ പാൻഡത്തിലെ അനേക ടെസ്റ്റുമണി കേൾക്കുവാനും അനേകരുടെ ദൈവവചനം കേൾക്കാൻ, അത് പെൺമക്കളാകുന്ന സഹോദരിമാരുടെ വചനം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. നമ്മള് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആന്റിമാരുടെ സഹോദരിമാരുടെ ഒക്കെ വചനം കേൾക്കുമ്പം അത് നമ്മുടെ ഹൃദയത്തിലെ ആ വിഷമം അവരേറ്റെടുത്ത് സംസാരിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ വളരെ ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ അടിയങ്ങൾക്ക് ദാനമായിട്ട് 2 മക്കളെ തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഒരു മോളെ മിക്കവർക്കും അറിയായിരിക്കും. അവള് ഈ പാനത്ത് ഇങ്ങനെ തുടങ്ങി സഹോദരിമാർക്ക് കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ തുടങ്ങിയപ്പോഴാണ് അവൾക്കും കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുവാനും ദൈവത്തെ ഒത്തിരി സ്തുതിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. ഇപ്പം ആന്റി പറഞ്ഞതുപോലെ യൂത്തിന് വേണ്ടിയാ തുടങ്ങിയ മിനിസ്ട്രി, അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാണ്. അനേകം നമ്മുടെ യുവതലമുറകള് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ, അവർക്ക് അല്പസമയം അവർ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം. അതുപോലെ ദൈവത്തെ സ്തുതിക്കുവാണ്. അതാണ് ദൈവത്തിന് നന്ദി, അല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. അതുപോലെ ഈ 2024 ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ടെങ്കിലും കർത്താവ് ഈ പാൻഡത്തിന്റെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും നിലനിൽപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ ഇവിടെയുള്ള വേലയെയും ഒക്കെ ഓർത്ത് അടിയങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ ഇരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വപ്പെടുന്ന ഈ പാനത്തിന്റെ ഈ സാക്ഷ്യയോഗത്തിൽ പങ്കെടുക്കുവാൻ അടിയനെയും ദൈവം കൃപ ചെയ്തതിനോർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ പാനത്തില് സൂം മീറ്റിങ്ങിൽ കയറാൻ കഴിഞ്ഞ ജൂൺ മാസം മുതലാണ് എനിക്ക് ഇടയായത്. അത് യാദൃച്ഛയാല് സാറാന്റിയെ കാണുവാനിടയായി. അങ്ങനെയാണ് ഈ സൂമിന്റെ നമ്പരൊക്കെ ലഭിക്കുവാനിടയായത്. എന്നാൽ ഞാൻ ഈ കൊറോണ സമയത്ത് എല്ലാ മീറ്റിങ്ങുകളും ഞാൻ യൂട്യൂബിൽ കാണുമായിരുന്നു. എൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഡെയ്സി തോമസ്. ഞങ്ങൾ ഡാളസിലായിരിക്കുന്നു. ദൈവകൃപയാൽ കർത്താവിന്റെ കൃപയിൽ കർത്താവ് കഴിഞ്ഞ 24 കർത്താവിന്റെ
വലിയ കൃപകൾ പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്തു. വളരെ ഭാരത്തിലും എൽസി ആന്റി പറയുന്ന പോലെ വളരെ ഭാരത്തിലും പ്രയാസത്തിലും കൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ നടത്തുന്നു. ദൈവനാമത്തിന് നന്ദി പറയുന്നു. ഈ സമയം നന്ദിയോടുകൂടി അല്ലാതെ പലപ്പോഴും ഞാൻ ഇമോഷണൽ ആകാറുണ്ട്. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് നന്ദി മാത്രമേ അർപ്പിക്കുവാനുള്ളൂ. ഈ ഭരണത്തിൽ കടന്നു വന്ന് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ കർത്താവിന്റെ കൃപ എത്ര വലിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീപ്പാൻ ഞാൻ ഇന്ന് സാക്ഷി പറയുവാൻ വിചാരിച്ചിരുന്നില്ല. അടുത്ത ആഴ്ചയാണ് ഞാൻ പറയാൻ സമയം കൊടുത്തിരുന്നത്. എന്നാൽ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് പറയുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാൻഡത്തിൽ കടന്നു വന്ന അന്ന് മുതലുള്ള ഈ മീറ്റിങ്ങുകളിൽ അനേക സമയം പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ തരുന്നു. അനേക വിഷയങ്ങൾ ഈ പ്രാർത്ഥന വിഷയങ്ങൾ കാണുമ്പോൾ ദൈവമേ ഞാൻ ഇതൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനും അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് വളരെ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം എന്നെയും സഹായിക്കുന്നു. ഈ പ്രദേശം ഞങ്ങള് ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ റിട്ടയർ ലൈഫ് അനുഗ്രഹമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എന്നാലും ഒരു പ്രാവശ്യം കൂടെ വിളിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് രോഗിയാണ്. എന്നാൽ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരും കുടുംബങ്ങളായിട്ട് ദൈവകൃപയിലായിരിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിൽ അവരും ആയിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ സന്തോഷിപ്പിച്ച് എനിക്കൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുള്ളൂ. ഞാൻ 116 സങ്കീർത്തനം 1ഉം 2ഉം യഹോവയുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായച്ചുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചുപേക്ഷിക്കും. തുടർന്ന് ഈ പ്രാണത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്യത്തിൽ നിർത്തുന്നു. താങ്ക് യു ഡേസി. ഇപ്പോൾ കേട്ട ഈ 5 സാക്ഷ്യങ്ങൾ 5 പേർക്കായിട്ട് സിസ്റ്റർ ഗ്രേസി മാത്യു പ്രാർത്ഥിക്കുന്നതായിരിക്കും. സിസ്റ്റർ ഗ്രേസി. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു. നന്ദി എന്നല്ലാതെ ഒന്നുമില്ലപ്പച്ച. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കുമായിട്ട് നിങ്ങൾക്ക് കൊടാനുകൂടി സ്തോത്രവും നന്ദിയും കരറ്റുന്നു കർത്താവെ. ഇത്രത്തോളം അവിടെ ഞങ്ങളെ വഴി നടത്തിയെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല കർത്താവെ. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവെ ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാകുകയില്ല. അങ്ങയുടെ ഭാഗത്തിൽ വീണ് ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 5 പേരെയും അവിടുന്ന് ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നാടുകളിൽ വളരെ വിഷമത്തിൽ കൂടെ പലരും പോയി അവിടെയെല്ലാം അവിടുന്ന് അവരെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ സാരി ഷുബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ, അവര് ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ള പിതാവെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കർത്താവെ കൊടുത്തിരിക്കുന്ന സന്തോഷത്തിനും അനുഗ്രഹത്തിനും ആയിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരായിരിക്കുന്നിടത്ത് ചെയ്യുന്ന ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയിൽ കൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ട് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാതൊരു തടസ്സവും കൂടാതെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നതിനും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനും കർത്താവെ കൂടുതൽ നിനക്ക് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുന്നതിനും വരും കാലങ്ങളിൽ കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും സാരിയെയും പ്രത്യേകാലത്തിന് കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ഉള്ളെങ്കിലും അവരെ വഹിച്ചുകൊള്ളണമേ, ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ പതരാതെ പ്രതികൂലങ്ങളുടെ നടുവിൽ തളരാതെ മുന്നോട്ട് പോകാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ലത സുരേഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്തിടെ മകളുടെ കല്യാണം നടക്കാൻ അവിടുന്ന് സഹായിച്ചു, അത് ഭംഗിയായിട്ട് നടക്കുന്നതിന് സഹായിച്ചു. അവരുടെ കുടുംബജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ അങ്ങേ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ നായകനായിട്ട് കണ്ടുകൊണ്ട് അവരുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്യോന്യം സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് തിരുനാമ മഹത്വത്തിനായിട്ട് അവിടെ കുടുംബമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഈ കുടുംബമായിട്ട് ഈ പാൻഡറ്റ് ഫോർ ദ ലിവിങ് വേർഡ് മൂലം അവർ വളരെ വളരെ അനുഗ്രഹം പ്രാപിക്കുവാൻ അവർക്കിടയായി എന്നുള്ള കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക രീതിയിൽ കൂടെ അനുഗ്രഹം പ്രാപിച്ച് സന്തോഷമായിട്ട് കഴിയുന്നു. വീണ്ടും കേൾക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ, അവരെ കൂടുതൽ കൃപകൾ കൊടുത്ത് അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല രീതിയിൽ അവര് ഇതിൽ കൂടെ എൻകറേജ്മെന്റ് ആയിട്ട് തീരുന്നുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ അടുത്തിടെ
തുടങ്ങിയ യൂത്ത് ഗ്രൂപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ലതയുടെ മകളും ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കൊടുത്തിരിക്കുന്ന കൃപയ്ക്കും ആഗ്രഹത്തിനും ആ താല്പര്യത്തിനും ഒക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. സാധാരണയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിരിക്കാത്തക്കൊള്ളം കർത്താവെ മകളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ വായിക്കുന്നതിനും പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആത്മീയമായിട്ട് വളരുന്നതിനും മകളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ലതയുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ കാത്തുകൊള്ളണമേ. വേണ്ടതായ എല്ലാ ബുദ്ധിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിന്റെ പ്രശ്നത്താൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ കർത്താവെ അതിന് സഹായിക്കണമേ. എത്രയും വേഗം സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും തിരുസലിനെ സമർപ്പിക്കുന്ന കർത്താവെ വേലയിലായിരിക്കുന്ന സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായിരിക്കണമേ. ധൈര്യം കൊടുക്കണം, ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഫേബൈബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് അനുഗ്രഹം പ്രാപിക്കുന്നതിനും കർത്താവെ അവിടത്തേക്ക് പ്രയോജനമുള്ളവളായിട്ട് വളർന്നു വരുന്നതിനും അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഈ അടുത്തിടെ അവിടുന്ന് അവൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഒരു ഡെലിവറി നടക്കുന്നതിനും ഒരു ആരോഗ്യകരമായ കുഞ്ഞിനെ കാണുന്നതിനും ഒക്കെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ആ പിഞ്ചു പൈതലിനെ തിരുനാമത്തിനായിട്ട് വളർത്തിക്കൊണ്ടു വരുവാനുള്ള എല്ലാ ബുദ്ധി ഞാൻ അവൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്ക് അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറിയ രീതിയിൽ അവിടുത്തെ ശുശ്രൂഷ ഈ ഗ്രൂപ്പിൽ കൂടി ചെയ്യുവാൻ അവിടുത്തെ മകളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ കൃപകൾ കൊടുത്ത വരും കാലങ്ങളിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അതിന്മൂലം കർത്താവെ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കുന്നതിനും അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ലിസി സാജുവിനെ ഓർക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാൻഡത്ത് മെമ്പറിന്റെ ഒരു പാൻഡത്ത് ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ ആവാൻ കർത്താവ് അവിടുന്ന് വഴിയെ തുറന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പലരും പല രീതിയിൽ കർത്താവെ അവിടുന്ന് അത്ഭുതമായിട്ട് പ്രവർത്തിച്ച് ഓരോരുത്തരെയും അവിടുന്ന് കാലകാലങ്ങളിൽ ഈ ഗ്രൂപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അനുഗ്രഹം പ്രാപിക്കുന്നതിനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതിനും അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കാനായിട്ട് സ്തോത്രം ചെയ്യുന്ന ശുശ്രൂഷ അവിടുന്ന് സഹായിക്കണമേ. ഹൗസ് വിസിറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡിന്റെ കൂടെ മിനിസ്ട്രീസിന് പല രീതിയിലുള്ള മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, അതെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിൽ ഒരു ടെസ്റ്റ് മണി കൊടുക്കുവാൻ അവിടുന്ന് സഹായിച്ചു. അതുപോലെ അനേകം ആശ്വാസവും സന്തോഷം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിച്ചു. കൂടുതൽ നിന്റെ മകളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പല മെസ്സേജുകൾ ഈ മീഡിയയിൽ നിന്റെ മകൾ കൊടുക്കുന്നുണ്ടല്ലോ പിതാവെ. അവിടുന്ന് കൂടെ ഇരുന്ന് കൂടുതൽ അതിനായിട്ട് വേണ്ടത് എല്ലാ കുറവുകളും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുകയും വരുംകാലങ്ങളിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ കേൾക്കുവാനായിട്ട് സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗോഡ്സിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അവിടുത്തെ മകളെ കൂടുതൽ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യൂത്ത് ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതിനും മെസ്സേജ് കൊടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിനും അവിടുത്തെ മകളെ അവിടുന്ന് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ഭാവി ഒരുക്കി കൊടുക്കുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഡേസി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടുത്തിടെ ജോയിൻ ചെയ്യുവാൻ അവിടുന്ന് സഹായിച്ചു. അധികം മാസങ്ങളായിട്ടില്ല കർത്താവെ കേട്ട സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. അനേകം രീതിയിൽ ഇതിൽ കൂടെ അവിടുത്തെ മകൾ കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനും അനുഗ്രഹത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പല പ്രശ്നങ്ങൾ കൂടെ പ്രതികൂലങ്ങൾ കൂടെ മനപ്രയാസത്തിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ കർത്താവെ തിരുസന്നിധിയിൽ വരുവാനും തിരുസന്നിധിയിലുള്ള സന്തോഷം അനുഭവിക്കാനും സമാധാനം അനുഭവിക്കാനും കർത്താവെ അവിടുന്ന് കൊടുത്തിരിക്കുന്ന സാവകാശത്തിനും ധൈര്യത്തിനും ബലത്തിനുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവിന്. മറ്റുള്ളവരുടെ എല്ലാ പ്രാർത്ഥനയിലും അതിൽ ബലം കാണുവാൻ അവിടുത്തെ മകളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇതൊരു മുഖാന്തരമാക്കി അവിടുത്തെ മകളെ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ റിട്ടയർമെന്റ് ലൈഫ് അത് വളരെ അനുഗ്രഹമായിട്ട് വളരെ പ്രയോജനമുള്ളവരായിട്ട് അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുവാൻ അവിടുത്തെ മകളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടതയിലായത് നന്നായി എന്ന് പറയത്തക്കണം കർത്താവെ. ഈ ഒരു മീഡിയ കൊണ്ട് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ദാസൻ രോഗിയായിട്ട് കഴിയുന്ന കൃപയോടെ ഇരിക്കണമേ, സഹായിക്കണമേ, ധൈര്യം കൊടുക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. പ്രത്യാശയോടുകൂടെ ഓരോ ദിവസം കഴിക്കുന്നതിനും കർത്താവ് ഒരു സാക്ഷ്യമുള്ള ജീവിതമായിട്ടൊക്കെ ആ കുടുംബത്തെ കാണുന്ന ദൈവത്തെ കാണുവാൻ ഇടയാകത്തക്കണം കർത്താവെ. അവിടുന്ന് എല്ലാ കൃപകളും കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കാത്തുകൊള്ളണമേ. വഴിതെറ്റി പോകാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവയൊക്കെ അവിടുത്തെ ഉള്ളെങ്കിൽ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് സ്തോത്രം. അടിയാട്ടുള്ള കുറവുകളെ അവിടെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശ നാമത്തിൽ പിതാവെ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. സാക്ഷ്യം തുടരാം. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സൂസൻ മാത്യു. ഞാൻ ഡൽഹിയിൽ നിന്നാണ് പറയുന്നത്.
കഴിഞ്ഞ 2023 ഷേർലി കുട്ടിയുമായിട്ട് പരിചയപ്പെടുവാനും അങ്ങനെ എനിക്ക് പാൻഡത്തിന്റെ ഒരു മെമ്പർ ആവാൻ തക്കണം ദൈവം എനിക്കും കുറവ് ചെയ്തു. ദൈവത്തെ സ്തുതിക്കുകയാണ്. അവസരങ്ങള് പാഴാക്കാതെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കണം ഇത്രത്തോളം ദൈവം സഹായിച്ചു വളർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. തിങ്കളാഴ്ച ഞാൻ എൻ്റെ വാട്സപ്പ് തുറക്കുമ്പോൾ ടെസ്റ്റ് മണി ട്യൂസ്ഡേയിലെ ഞങ്ങൾക്ക് പ്രെയർ മീറ്റിംഗ്, വെനസ്ഡേയിലെ മീറ്റിംഗ്, തേഴ്സ്ഡേയിലെ മീറ്റിംഗ്, ഫ്രൈഡേയിലെ പ്രാർത്ഥനാ മീറ്റിംഗ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് ത്രില്ലാണ്. എൻ്റെ കൊച്ചുമകൾ എന്നോട് പറയും, അമ്മച്ചി ഇത് തലയിൽ തുണിയിട്ടുണ്ട് ഹെഡ് കവർ ചെയ്ത് പ്രാർത്ഥിക്കുകയാണോ ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ എനിക്കുണ്ട്. ദൈവം വിചാരണം കാത്തു പരിപാലിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 38 years ആയിട്ട് ഡയബറ്റീസിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ട്. ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ സഹോദരിമാരായ നമ്മള് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഏറ്റവും അധികം പുതിയ വർഷത്തിൽ അനുഗ്രഹമായിട്ട് കൊണ്ടുപോകാൻ തക്കണം ദൈവം വഴി നടത്തട്ടെ. സത്യം ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് പലരെ കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് ഈ പാൻഡത്തിനെ കുറിച്ചും ആത്മമിത്രത്തെ കുറിച്ചും എൻ്റെ സഹോദരിമാരോടും എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയുവാനും പലരോടും ഞാൻ ഈ പ്രവർത്തനത്തെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുവാൻ തക്കണം എനിക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നമുക്ക് സഹോദരിമാർക്ക് എൽസി ആൻറ്റി പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ശുശ്രൂഷ ഇത് മാത്രമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് കൊല്ലത്തെ സഹോദരി ഭവനിലും കേരളത്തിലെ സഹോദരിമാരുടെ ക്യാമ്പുകളിലും ഒക്കെ പങ്കുകൊള്ളുവാനും ആത്മീയമായി വളരെ അനുഗ്രഹം പ്രാപിച്ച ഒരു സഹോദരിയാണ്. എന്നാലും ഇപ്പോഴും ഞാൻ റിട്ടയർമെന്റ് ലൈഫാണ്. ഇപ്പം റിട്ടയർഡ് ടയേർഡായിട്ടിരിക്കുകയാണ്. എന്നാലും ഈ പാൻഡത്ത് ഈ പ്രവർത്തനം മൂലം എനിക്ക് കൂടുതൽ ആത്മീയമായി പ്രാർത്ഥിക്കാൻ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹോദരന്മാരുടെ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ അതെനിക്ക് ഏറ്റവും ഉത്തേജനമാണ്. അവർക്ക് വേണ്ടി അവരുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സൗഖ്യമില്ലാതെ കുഞ്ഞുങ്ങളുള്ള സഹോദരൻ ബ്രദർസിനെയൊക്കെ അന്ന് തന്നെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാലാവുന്ന ശുശ്രൂഷകൾ ഞാൻ ചെയ്യാൻ തക്കണം ദൈവം എന്നെ വെളിപ്പെടുത്തി എന്നെ ശക്തനാക്കുന്നതിനും പോകുന്നതിനും സകലത്തിനും മതിയാകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനീമ പാടിയ പോലെ തന്നെ അത്ഭുതമാർന്ന സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എവിടെയായിരുന്നാലും നമുക്ക് ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും പോകാൻ തക്കണം. കർത്താവ് സഹായിക്കട്ടെ. വരുന്ന പുതുവർഷം നമുക്ക് കർത്താവ് തരുന്ന കൂടുതൽ സ്ഥാനത്ത് ഈ പ്രവർത്തനത്തെ ഏറ്റവും അനുഗ്രഹമായി തീർക്കുവാൻ തക്കണം. ഷീബ സിസ്റ്ററിനെയൊക്കെ ദൈവം സഹായിക്കട്ടെ. അതിനാവശ്യമായ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ. അതിനകത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചല്ല സാക്ഷി പറയണം, എന്നാൽ എന്നെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്നും എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുകൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലാവുന്നത് ചെയ്യുവാൻ തക്കണം ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സൂസമ്മ വർഗീസ്. ഞാൻ ഈ പാൻഡത്തിൽ ഫാമിലിയിൽ ഒരംഗമായി തീരുവാൻ 1 വർഷവും 4 മാസമായി അതിലെ ഒരംഗമായി തീർന്നിട്ട് അത് ആ പാൻഡത്തിലെ അംഗമാകുവാൻ തക്കവണ്ണം ശാന്തമ്മ സിസ്റ്ററും ഷീബ സിസ്റ്ററുമാണ് എനിക്ക് സഹായകമായി തീർന്നത്. അതുപോലെ തന്നെ ഡാർലി സിസ്റ്ററും എന്നെ വളരെയധികം എനിക്ക് പ്രചോദനം നൽകി തന്നിട്ടുണ്ട്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പാൻഡത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ പാൻഡത്തിൽ കൂടി വളരെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷകളും ഒക്കെയും കേൾക്കുവാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നതിൽ യാതൊരു മടിയും എനിക്കില്ല. പാൻഡത്തിനെയും പാൻഡത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദിനംതോറും പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകി തരുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പാൻഡത്തിന്റെ മീറ്റിങ്ങിൽ, വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ പാൻഡത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയും എനിക്കൊരു അവസരം, പ്രാർത്ഥനയിൽ കൂടുതൽ പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത്. അല്ലായിരുന്നുവെങ്കിൽ നാം അറിയാവുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു, എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നവർക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഈ പാൻഡത്തിൽ കടന്നു വന്നതുകൊണ്ട് അനേക വിഷയങ്ങളെ ഓർത്ത് അനേക രോഗികൾക്ക് വേണ്ടി, ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, വിവാഹിതരാകാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭവനമില്ലാത്തവർക്ക് വേണ്ടി,
കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയൊക്കെയും വളരെ കരുത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. അത് എനിക്ക് ഈ പാണ്ഡത്തിൽ കൂടി ലഭിച്ച ഒരു അനുഗ്രഹം മാത്രമാണെന്ന് പറയുവാൻ സാധിക്കും. കർത്താവ് എല്ലാ വിധത്തിലും അടിയനെയും ഈ ദൈവ ശുശ്രൂഷയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. വചനം വായിക്കുവാനും പഠിക്കുവാനും എഴുതുവാനും ഒക്കെയും ദൈവം കൃപ നൽകി തന്നിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം യാതൊന്നിനും കുറവില്ലാതെ വിശ്വാസികളായ നമ്മളെ എല്ലാവരെയും വഴി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ പാണ്ഡത്തിൽ വന്നതിന് ശേഷം അനേകം സഹോദരിമാരെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. ഞാൻ ഈ ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിലുള്ളവരെ മാത്രമേ ഉള്ള സഹോദരിമാരെ മാത്രമേ എനിക്ക് അറിയുകയുള്ളായിരുന്നു. മറ്റു ഉള്ളവരെ ഒന്നും അത്ര പരിചയമില്ല. എങ്കിലും ഈ പാണ്ഡത്തിൽ കൂടി കടന്നു വന്ന് എല്ലാവരെയും പരിചയപ്പെടുവാനും ഒക്കെയും കാണുവാനും സന്തോഷിപ്പാനും ഒക്കെ ഇടയായി. അതിനായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ പാണ്ഡത്തിന്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ദിനംതോറും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ആത്മമിത്രത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുണ്ട്, അതിന് ഒരു സംശയവുമില്ല. എല്ലാം ഭംഗിയായി നടക്കുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. നമ്മളാ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം നമുക്ക് ചെയ്തു തന്നാൽ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നമുക്ക് വർണ്ണിക്കുവാൻ പറ്റുകയില്ല. അതിനിടയിൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെയും കടന്നു വരുന്നുണ്ട്. അതൊക്കെ സഹിപ്പാനുള്ള കൃപ, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് വിശ്വാസികളായ ഓരോരുത്തർക്കും നൽകി തരുന്നതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 16-ാം സങ്കീർത്തനം 6-ാം വാക്യം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്കും പറയുവാൻ കർത്താവ് കൃപ നൽകി തന്നിട്ടുണ്ട്. അതിനായിട്ട് നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അടിയനോട് കാണിച്ച എല്ലാ കൃപകൾക്കും കരുണയ്ക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. അതുപോലെ അടിയന് 2 കുഞ്ഞുങ്ങളുണ്ട്, ഷൈജു ബൈജു. അവരെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിന്നും ഇരിക്കുന്നു. സിസ്റ്റേഴ്സ്, സമയം വേസ്റ്റ് ആകാതെ ഇനി ആരെങ്കിലും ഒരാൾക്കുണ്ടെങ്കിലും സാക്ഷി പറയാനുള്ള സമയമുണ്ട്. ആന്റി പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞ സാക്ഷ്യം പറയാനായിട്ട് വിചാരിച്ചിരുന്നല്ല. എന്നാൽ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശരിക്കും പറഞ്ഞ പാൻഡത്തിന്റെ ഗ്രൂപ്പിലെ ഒരു ബേബിയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ന്യൂസിലൻഡിലാണ്. എല്ലാവർക്കും അതറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ശരിക്കും ബേസിക്കലി തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ എന്റെ ചർച്ചിൽ ഞാൻ ആന്റിമാരുടെ കൂടെ എല്ലാ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ TMM പഠിക്കാൻ പോയപ്പോഴും വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെയുള്ള എല്ലാ മീറ്റിങ്ങുകൾക്കും, പരീക്ഷയാണെങ്കിൽ പോലും അതിന്റെ തലേദിവസം ആണെങ്കിലും ഞങ്ങൾ എല്ലാ കൺവെൻഷനും മീറ്റിങ്ങുകൾക്കും പാടാനും സൺഡേ സ്കൂൾ എടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കർത്താവിന്റെ കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ ഇച്ചിരി കുറുമ്പുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴിതെറ്റി പോകുമല്ലോ, അതുപോലൊരു സ്വഭാവം എനിക്കുണ്ട്. എന്നാൽ ദൈവം എന്നെ അയർലൻഡിന്റെ പ്രദേശത്ത് കൊണ്ടുവന്ന് ഒരു 9 മാസം ഞാൻ എന്റെ ഫാമിലിയിൽ നിന്ന് അകന്ന് മാറി. അപ്പൊ എപ്പോഴും നമ്മൾ ഫാമിലി ഓറിയന്റഡ് ആണ്. കുട്ടികളുടെ കാര്യം, ഫാമിലിയുടെ കാര്യം, ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ബിസിയാണ്. ഈ ഒരു 9 മാസം കർത്താവ് എന്നെ ഒരുപാട് ഷേപ്പ് ചെയ്യാനായിട്ട് എടുത്തു, എന്നെ മോൾഡ് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തൊക്കെ ഇരുന്ന് കൊറോണ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സ്ട്രെസ് ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്മ്യൂളിലൊക്കെ പാടാനായിട്ട് തുടങ്ങിയത്. ഈ ഒരു 9 മാസം ഞാൻ ഈ അയർലൻഡിൽ വന്ന് തനിച്ച് ഒരു മുറിയിൽ വേറൊരു ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ തനിച്ച് ഇങ്ങനെ ഒരു മുറിയിൽ ഇരിക്കുമ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, ഡ്യൂട്ടിയുടെ സ്ട്രെസ്, പുതിയ സ്ഥലം, ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വന്നതെങ്കിലും ഇവിടെയുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആരും ദൈവവിശ്വാസികളല്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, നമ്മുടെ ഫാമിലി ഇല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ല.
ചർച്ച ആണെങ്കിലും ഇംഗ്ലീഷ് ചർച്ചാണ്. അപ്പോൾ നമുക്ക് ഈ സഹോദരിമാരുടെ മീറ്റിങ്ങോ കൂട്ടായ്മകളോ അങ്ങനെ ഒന്നുമില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ നമുക്കുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കൃപാവരങ്ങളെ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. ഞാൻ കൂടുതൽ പാടാനും എനിക്ക് ഭാവനയൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട്, അതൊക്കെ എഴുതാനും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു ഓർത്തിട്ട് ഞാൻ ഇരുന്നപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനും അതിനുള്ളൊരു പ്ലാറ്റ്ഫോമും ദൈവം എനിക്ക് തന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ടൊരു സമയം ദൈവം എനിക്ക് തന്നു. അങ്ങനെയാണ് എൻ്റെ സീനിയർ ആയിട്ടുള്ള ഹന്ന ചേച്ചി വഴി ഞാൻ പാൻഡത്തിൽ ഒരു അംഗമായിട്ട് തീരുന്നത്. അങ്ങനെ ഈ പാൻഡത്തിൽ വന്നതുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് എനിക്ക് ഇടയായി. ഇപ്പം ഈ കൂട്ടത്തിലിരിക്കുന്ന വളരെ കുറച്ച് പേരെ എനിക്ക് അറിയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും വളരെ സന്തോഷത്തോടെ എന്നെ കൊണ്ടാവുന്ന എല്ലാ മീറ്റിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇടയാവുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുപഠിക്കണം. നമ്മൾ ആ സന്തോഷത്തോടെ എരിവോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ജനറേഷന് അവർ ഈ രാജ്യത്തായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ അവരത് ഈ സൂം എന്നുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം അവരെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അവർ കണ്ടുപഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സിസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഇല്ല. ഞങ്ങൾ ഇംഗ്ലീഷ് വർഷിപ്പ് ആയതുകൊണ്ട് ഇവർക്ക് അത് അറിയില്ല. പിന്നെ ഇവരങ്ങനെ സഭയായിട്ട് കൂടി വരിക എന്ന് പറയുന്നത് സഹോദരന്മാരും ഒരുമിച്ച് കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അപ്പൊ ഞാന് ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് ഈ സഹോദരിമാരുടെ ഗ്രൂപ്പ് ഒരു മിസ്സിംഗ് ആണ്. ഞാൻ ഇവിടെ അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും പ്രെയർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പാൻഡത്തിന്റെ ഗ്രൂപ്പിൽ എനിക്ക് ഒരു അവസരം ദൈവം തന്നത്. ഞാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ദൈവം നമ്മളെ കണ്ട് നമുക്കുള്ള അവസരങ്ങൾ തരികയാണ് ചെയ്തത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദൈവം തന്നിട്ടുള്ള ഒരു താലന്ത് അത് കയ്യിൽ പിടിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാനത് കുഴിച്ചിട്ടു കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഒരിക്കലും ഇടയാവരുത് എന്നുള്ള ചിന്ത കൊണ്ട് എനിക്ക് ദൈവം നൽകിയിട്ടുള്ള കുറവുകളാണെങ്കിലും പരിമിതികളാണെങ്കിലും അത് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് എൽസി ബേബി ആന്റി എൻ്റെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. എൽസി ബേബി ആന്റിയുടെ ലെഗസിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ TMMന്റെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആന്റീനെ കാണുമ്പോൾ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നും. ആന്റി എഴുതുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഷീബ ആന്റി വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെ ആ കാര്യങ്ങൾ എത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഷീബ ആന്റിക്കുണ്ട്. അങ്ങനെ എത്രയോ പേരെ ഞാൻ ലിസി ആന്റി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഗോഡ്സി എനിക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. ഒരു ചെറുപ്പകാലം തൊട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഗോഡ്സിയോട് പറഞ്ഞു, എന്റെ ആ പ്രായത്തിലൊന്നും അങ്ങനെ കർത്താവിന് വേണ്ടി അവൈലബിൾ ആകാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴാണ്. അപ്പം നമ്മള് നല്ലവരോട് ചേർന്ന് നിന്ന് നന്മ പ്രാപിക്കാൻ, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രായമേറിയവരാണെങ്കിലും അവരോടൊക്കെ ചേർന്ന് നിന്ന് നന്മ പ്രാപിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം 70കളിലും 80കളിലും ഉള്ളവരെ ഇത്രയും തീക്ഷ്ണതയോടെ അവർ പോകുന്ന കാണുമ്പോൾ 30കളിലും 40കളിലും 50കളിലും ഉള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട്, അവരൊരു മോട്ടിവേഷൻ ആയിട്ട് തീരണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവനാമത്തിനായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം ഇടയാക്കണം. വിവിധ സ്ഥലങ്ങളിൽ അറൌണ്ട് ദ ഗ്ലോബിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ദൈവനാമത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് 3 മക്കളാണുള്ളത്. ഞാനൊരു നേഴ്സാണ്. ഇവിടെ സുവിശേഷം പറയുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇവരുടെ ഇടയിലൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, നന്നായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു ചാലഞ്ചാണ് നമുക്ക്. നമ്മള് മലയാളികളായിരിക്കുമ്പം ഇവരുടെ ഇടയിൽ നമ്മൾ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൈവകൃപ ആവശ്യമാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ അവരുടെ ഇടയിലായിരിക്കാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണം. അവര് നമ്മുടെ നാട്ടിലുള്ള സൺഡേ സ്കൂളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് അവരെ നേരായ പാതയിൽ നടത്തുക എന്നുള്ളത് പാരന്റ്സ്, പ്രത്യേകിച്ചും മാതാവിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എപ്പോഴും നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ദൈവനാമം അടിയനിലൂടെ മഹത്വപ്പെടണം എന്നും അടിയൻ ആഗ്രഹിക്കുന്നു. തുടർന്നും അടിയനെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന പാൻഡത്തിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നുകൊള്ളുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ആമേൻ.
നമ്മളെ സമയം അവസാനിക്കാറായി. അതുകൊണ്ട് ക്ലോസിംഗ് പ്രയറിനായിട്ട് ഈ കേട്ട 3 സാക്ഷ്യവും ക്ലോസിംഗ് പ്രയറിനുമായിട്ട് ഷേർലി ബാബുക്കുട്ടി ഫ്രം ബോംബെ. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട്, നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ട്, അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ 2024 അവസാന ദിവസങ്ങളിലേക്ക് അടിയങ്ങൾ വന്നിരിക്കുകയാണ്. ദൈവമേ, ഈ മനോഹരമായ അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വന്ന വഴികൾ ഓരോന്നും ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മുമ്പിലുള്ള ദിവസങ്ങൾ എപ്രകാരം എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാലും കർത്താവിന്റെ കൃപ വളരെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുന്ന് ഞങ്ങളോട് എപ്പോഴും കൂടെ ഉണ്ടത് ഓർത്ത് സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വാഗ്ദത്തം ഞങ്ങളിൽ കർത്താവെ ശക്തി പകരുന്നതാണ്, ആനന്ദം പകരുന്നതാണ്. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രത്യാൽ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ മിനിസ്ട്രികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. 4 വർഷത്തിലധികം കർത്താവിന് വേണ്ടി അനേക നിലകളിൽ ശുശ്രൂഷകളിൽ ബലപ്പെടുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാത്ര. എത്രമാത്രം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അനേകരുടെ ടെസ്റ്റിമണി കേൾക്കുവാൻ കർത്താവെ, അനേകരുടെ ശുശ്രൂഷകളെ കാണുവാൻ, വചനം കേൾക്കുവാൻ, ഡിവോഷൻ കേൾക്കുവാൻ, പാട്ടുകൾ കേൾക്കുവാൻ കർത്താവെ ഒക്കെയും ഞങ്ങളെ ഇടയാക്കി എന്തെല്ലാം ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നൽകി തന്നതൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നും ഈ നിലയിലായിരിക്കാൻ, ഈ ടെസ്റ്റിമണി മീറ്റിംഗ് ആയിട്ട് ക്രമീകരിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേക സാറേ ആന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് നന്നായിട്ട് MC ചെയ്യുവാൻ പ്രിയദാസിയെ ബലപ്പെടുത്തി ആത്മാവിന്റെ നിറവിനാൽ നിറച്ചത് ഓർത്ത് സ്തോത്രം. വളരെ മനോഹരമായി ആ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുപോലെ ഡാർലി ആന്റിക്ക് ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. പ്രിയദാസിയെ അവിടുന്ന് അനുഗ്രഹിക്കണം, എല്ലാ കൃപകളെ കൊണ്ട് നിറയ്ക്കണം. ശുശ്രൂഷകൾ വളരെയുണ്ട് കർത്താവ്. പ്രിയ സഹോദരിമാർക്ക് 2 പേർക്കും വളരെ ശുശ്രൂഷകളുണ്ട്. ആവശ്യമാകുന്ന എല്ലാ കൃപകളും കൊടുക്കണം. അവരെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പാട്ടുപാടിയ മകൾ അനീമയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വളരെ മനോഹരമായി കർത്താവെ വന്ന വഴികൾ ഓർത്ത് നന്ദി പറയുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിക്കൊണ്ട് സ്തോത്രം. നന്ദി കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയുവാൻ ആ പാട്ടുകളിൽ കൂടി ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ജീവിതത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളും അലകളും അടിച്ചാലും കർത്താവ് ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധി നിൽപ്പാൻ ആ പാട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ആദ്യ സാക്ഷ്യം പറഞ്ഞ 5 പേരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടാമത് സാക്ഷ്യം പറഞ്ഞ 5 പേരെ ഓർത്ത് സ്തോത്രം. അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ലിസി സിസ്റ്ററേയും അതുപോലെ ഗ്രേസി ആന്റിയും കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാത്തിനും നന്ദിയോട് സ്തോത്രം. അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും കർത്താവ് ഈ പാൻഡത്ത് മൂലം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. വരും ദിവസങ്ങളിലും കർത്താവ് അവരെ ബലപ്പെടുത്തുകയും ഈ മീറ്റിങ്ങിലെല്ലാം അറ്റൻഡ് ചെയ്ത് കൂടുതൽ ആത്മീയരായി കാണപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ടെസ്റ്റിമണി പറഞ്ഞ സൂസൻ മാത്യു ആന്റിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് പ്രിയദാസിക്ക് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യുവാനും കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ വർഷാടിങ്ങൾക്ക് ആൽബറിൽ വെച്ച് കാണുവാനും പ്രിയദാസിയെ പരിചയപ്പെടുവാനും കർത്താവെ ഈ പാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും കർത്താവ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അവരെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകളുണ്ട്. കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്ന അങ്കിളിനെ ഓർക്കുന്നു, മക്കളെ ഓർക്കുന്നു. കർത്താവ് ധാരാളം ദൈവകൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായ നല്ല ക്ഷേമമില്ല, എന്നാലും കർത്താവ് ബലപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, പരിപൂർണമായ സൗഖ്യം വിടലും കൊടുക്കണമേ. ക്ലേശങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവ് നിലനിർത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സൂസമ്മ വർഗീസ് ആന്റിക്കായിട്ട് സ്തോത്രം. 1 വർഷവും 4 മാസവുമായി ഈ ഗ്രൂപ്പിലേക്ക് കയറുവാൻ ഇടയായത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ശുശ്രൂഷകളെ ചെയ്യുവാൻ പ്രിയദാസി ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ബൈബിള് പൂർണ്ണമായിട്ട് എഴുതുവാൻ പ്രിയദാസിക്ക് കൃപ കൊടുത്തു. അതൊക്കെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഈ പ്രായത്തിലും ദൈവമേ കർത്താവ് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ 2 പേരെ ഓർക്കണമേ. ഷൈജുവിനായിട്ടും ബൈജുവിനായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ ഓർക്കണമേ. മക്കളെയും കൊച്ചുമക്കളെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. വീണ്ടും കർത്താവിന് വേണ്ടി അതിശോഭിപ്പാൻ പ്രിയദാസിയെ ദൈവം അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കണം, ആ കുടുംബത്തെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ അനിമയെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിലായിരുന്നപ്പോഴും കർത്താവെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും കർത്താവെ എല്ലാ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുവാനും അങ്ങനെ ശുശ്രൂഷകളിൽ മുന്നേറുവാൻ പ്രിയദാസി ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ അയർലൻഡിലായിരിക്കുന്നു, കുടുംബത്തോടൊപ്പം അവിടെ ആയിരിക്കുന്നു. കർത്താവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കായിട്ട് സ്തോത്രം. മനോഹരമായി പാടുവാൻ എഴുതുവാനൊക്കെ കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയും ദൈവകൃപയിൽ വളർത്തുവാൻ അവിടുന്ന് സഹായിക്കണം. 3 കുഞ്ഞുങ്ങളെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ആ ദേശത്തിന്റെ പ്രത്യേകതയൊക്കെ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവ്. വഷളത്വം നിറഞ്ഞ ഒരു തലമുറയുടെ മധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ദൈവകൃപ വളരെ ആവശ്യമാണ് കർത്താവെ. ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുവാൻ പ്രിയദാസിക്ക് വേണ്ടുന്ന കൃപകളെ കൊടുത്ത് സഹായിക്കണം. അവിടെയുള്ള കൂടിവരവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മുമ്പാകെ ഏറ്റവും നല്ല സാക്ഷികളായ കുഞ്ഞുങ്ങളും പ്രിയ കുടുംബവും നിലനിൽക്കേണ്ടതിനായി പ്രത്യേകം ജോലി ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും ദാനം ചെയ്ത് സഹായിക്കും. തനിക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ വരും ദിവസങ്ങളിൽ കൂടുതലായി യൂസ് ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി 2 ആഴ്ച കൂടി ഞങ്ങൾക്ക് ടെസ്റ്റിമണി മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി എല്ലാവരെയും ഒരുക്കണേ കർത്താവ് സഹായിക്കണം. ഷീബാൻഡിക്ക് സമയം കർത്താവ് യാത്രയിലാണ്. ആവശ്യമായ ക്ഷേമവും കരുതലും കൊടുക്കണേ. ദിവസങ്ങളിലെ ശുശ്രൂഷകളെ ഓർക്കണം. ധാരാളം ദൈവകൃപ പ്രിയദാസിക്ക് നൽകി കൊടുത്ത് സഹായിക്കണം. ദൈവമേ, ഈ ദിവസങ്ങളിൽ പലയിടത്തും കൺവെൻഷനുകളും അതുപോലെയുള്ള പല മീറ്റിങ്ങുകളൊക്കെ ആണ്. ഈ മാസം സുവിശേഷത്തിന്റെ ഒരു അറിയിക്കാനുള്ള വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ് കർത്താവ്. അനേക നിലകളിൽ സുവിശേഷം ഘോഷിക്കപ്പെടുവാൻ, അനേക രക്ഷയിലേക്ക് വരുവാൻ ദൈവമേ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കർത്താവിന്റെ വചനം വളരെ ഘോഷിക്കപ്പെടുവാൻ, അനേക രക്ഷയിലേക്ക് വരുവാൻ ദിവസങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ബലഹീനങ്ങളും ഓർക്കല്ലേ കർത്താവ്. വരും ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും ആത്മീയമായി ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഒന്നുകൂടെ കർത്താവെ ആ നിലയിൽ എല്ലാവരെയും തമ്മിൽ കാണുമ്പോൾ ആത്മീയ ബന്ധത്തെ കർത്താവെ കൂടുതലായി ഉറപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു ഷേർലി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനും, മിനിസ്ട്രി ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനും ദൈവനാമത്തിൽ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അനീമ നല്ല മനോഹരമായ 2 ഗാനം ആലപിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. കൂടുതലായി ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. തന്നെ ഈ ഇയർ എൻഡിങ് ടൈമിൽ പാടേണ്ട 2 പാട്ടുകളാ പാടി. അതെ, കറക്റ്റ്. ആപ്റ്റായിട്ടുള്ള